കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ആലഞ്ചേരി പണ്ടാരക്കോണം കിരാത ശിവപാർവതി ക്ഷേത്രത്തിലെ അഷ്ടമംഗല ദേവപ്രശ്ന പരിഹാര ക്രിയകൾ പൂർത്തിയായി. ഈ മാസം 7 മുതൽ 10 വരെയാണ് ദേവപ്രശ്ന വിധി പ്രകാരമുള്ള പരിഹാര ക്രിയകളും പ്രത്യേക പൂജകളും നടന്നത്. ക്ഷേത്രം തന്ത്രി കോക്കളത്തുമഠത്തിൽ ബ്രഹ്മശ്രീ വാസുദേവരര് നാരായണരുടെ നേതൃത്വത്തിലാണ് പൂജാവിധികൾ നടന്നത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അഘോര ഹോമം, തിലഹവനം, മൃത്യുഞ്ജയ ഹോമം, കലശാഭിഷേകം, ബിംബശുദ്ധി, കലശപൂജകൾ ഉൾപ്പെടെ വിവിധങ്ങളായ പൂജകളോടെയാണ് 4 ദിവസം നീണ്ടുനിന്ന അഷ്ടമംഗല ദേവപ്രശ്ന പരിഹാര ക്രിയകൾ പൂർത്തിയാക്കിയത്. നൂറുകണക്കിന് ഭക്തരാണ് ദിവസവും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പണ്ടാരക്കോണം കിരാത ശിവപാർവതി ക്ഷേത്രത്തിലെ ദേവപ്രശ്ന വിധിപ്രകാരമുള്ള പരിഹാരക്രിയകളും പൂജകളുമാണ് ഇന്ന് 4 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 4ാം ദിവസമായ ഇന്ന് കലശപൂജയോടുകൂടി ഈ പരിഹാരക്രിയകളും പൂജകളും അവസാനിക്കുകയാണ്. തുടർന്ന് 2 ഉപദേവത ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കുറ്റിവെച്ച് ആരംഭം കുറിക്കുകയും ചെയ്യുകയാണ്. ഏകദേശം 12 വർഷത്തിന് ശേഷം ഈ ക്ഷേത്രം ആദ്യമായിട്ട് കാവായിരുന്നു. അത് പിന്നെ മുൻ ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയൊക്കെ ശ്രമഫലമായി അതൊരു ക്ഷേത്രമായി ഉയർത്തപ്പെടുകയും അതിനുശേഷം 12 വർഷത്തിന് ശേഷം ദേവപ്രശ്നത്തിനകത്ത് പരിഹാരക്രിയകൾ നിർദ്ദേശിക്കുകയും അതനുസരിച്ചുള്ള പരിഹാരക്രിയകൾക്കാണ് ഇന്ന് ഇവിടെ അവസാനം കുറിക്കുന്നത്. ക്ഷേത്രം ട്രസ്റ്റ് രക്ഷാധികാരി അജയൻ സാഗരം, ചെയർമാൻ രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി രതീഷ്, ഖജാൻജി സതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. നാട്ടുവാർത്ത, ഏരൂർ.